ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായ MG ശ്രീകുമാർ തയ്യാറാക്കി കാണിച്ച ഒരു ചിക്കൻ കറിയാണ്. ക്യുക്ക് ചിക്കൻ എന്നാണ് അദ്ദേഹം ഈ കറിക്ക് പേരിട്ടേക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 10-12 കഷ്ണം മീഡിയം സൈസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോയോളം വരും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിന് വേറെ മുളകൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ കുരുമുളകിൻ്റെ എരിവ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ഒരു പുളിയേ ഉള്ളൂ, വളരെ നേർത്ത പുളി ഉള്ള തൈര് 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. 3-4 തണ്ട്, ചെറിയ തണ്ടോടുകൂടി നമുക്കതിനെ ഇട്ട് കൊടുക്കാം. ഇടർത്ത വശങ്ങൾ ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല തളിരിലയാണ്, അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ല് കയ്യിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിനെ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. അദ്ദേഹം ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തയ്യാറാക്കിയ ചിക്കൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചീനിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനിച്ചട്ടിയിൽ തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി. ഇനി അതിനെ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചു. ഇതാ ഇപ്പോൾ നോക്കിക്കേ, അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് സിമ്മിലിട്ട് നമുക്കിതിനെ നന്നായി വേവിച്ചെടുക്കാം. ഇത് നോക്കൂ, ഇപ്പം നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി, വെള്ളം എന്തെങ്കിലും വറ്റാനുണ്ടെങ്കിൽ വറ്റിച്ചതിന് ശേഷം ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ചിക്കൻ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മസാലയും മുളകും മഞ്ഞളും ഒക്കെ ചേർക്കും. ഇതിന് മഞ്ഞളൊന്നും ചേർക്കുന്നില്ല. കുരുമുളകും തൈരും മാത്രമാണ് ഇതിന് വരുന്നത്. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഉപ്പും കറിവേപ്പിലയും. എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റും. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.